ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കണം. എന്തായാലും നീ ലൈവ് കാണുന്നുണ്ട് മാരാറ, നീ ലൈവ് കാണുന്നുണ്ട്, ഉറപ്പായിട്ട് കാണുന്നുണ്ടോ എനിക്കറിയാം. പിന്നെ വേറെന്താ പണി? ഇപ്പൊ ഫീൽഡ് ഔട്ടാ, ഒരു പണിയുമില്ല, ഇരുന്ന് കാണുന്നുണ്ട്. തൊപ്പി അനീഷിന് വോട്ട് ചോദിക്കുന്ന വീഡിയോയാണ്. സത്യത്തിൽ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം കാറ്റഗറിയിൽ നിന്ന്, പ്രത്യേകിച്ച് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 തീരാൻ പോവുകയാണ്. ഏതാനും മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇനി വിന്നർ ആരാണ് കപ്പ് ഉയർത്തുന്നതെന്ന് നമുക്കറിയാം. ഇന്നലെ രാത്രി 12 മണി കൊണ്ട് സംഭവം അവസാനിച്ചിരിക്കുകയാണ്. വോട്ടിംഗ് സിസ്റ്റം എല്ലാം അവസാനിച്ചിരിക്കുന്നു, ക്ലോസ് ആയിരിക്കുന്നു. ഒരു വിന്നർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് തീർന്നാൽ ഇവിടെ PR-ന്റെ കാര്യം പറഞ്ഞ് വെളിയിലൊരു ബിഗ് ബോസ് നടക്കുന്നുണ്ട്. അതെന്താണെങ്കിലും തീർന്നിട്ടില്ല. ബിഗ് ബോസ് ഇനി എന്നാണേലും ഒരു മാസം കൂടി ഈ ചർച്ച ഇവിടെ നീണ്ടു നിൽക്കും. ബിഗ് ബോസിൽ നിന്ന് ആര് തന്നെ വിന്നറായിട്ട് പുറത്തു വന്നാലും അത് PR എന്നുള്ള ഒരു സംഭവം കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ആര് വിജയിച്ചാലും അത് ആ വിജയുടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് ആരും കണക്കാക്കത്തില്ല. ഇതെല്ലാം PR കൊണ്ട് ജയിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഒരു PR മയമാണ് ഇപ്പം ഈ സീസൺ 7 നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരാർത്ഥിയെക്കാളും കൂടുതൽ അനീഷ് അനുമോളാണല്ലോ ഇപ്പം 1-2 ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരെക്കാളും കൂടുതൽ ശ്രദ്ധ കിട്ടിയിരിക്കുന്നത് PR-നാണ്. പ്രത്യേകിച്ച് അനുമോളുടെ PR വിനുവിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പബ്ലിസിറ്റി കിട്ടിയിരിക്കുന്നത്. അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ ഇനി വിനുവിന് ഒന്നും നോക്കണ്ട, അടുത്ത വർഷവും ഇതുപോലെ തന്നെ വിനുവിന്റെ മാർക്കറ്റ് കൂടുക എന്നുള്ള അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. കാരണം ഞാൻ ഇച്ചിരി ജോലി തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചു പോയി. അഖിൽമാരാർ തൊപ്പി വിഷയമാണ് ഇപ്പൊ ഇവിടെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അഖിൽമാരാർ നമ്മുടെ തൊപ്പി ഇന്ന് അറിയാലോ, ഇവിടെ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് തൊപ്പിയുടെ ഒരു ലൈവ് വന്നിരുന്നു ഇന്നലെ. ഏതാണ്ട് നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തൊപ്പി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ക്ലിപ്പ് ചെറുതായിട്ട് ഇവിടെ നിന്ന് കൊടുക്കാം. എല്ലാരും അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ് അനീഷ് തൂക്കണം. ഓക്കെ, എല്ലാരും ഇതിൽ വോട്ട് ചെയ്യുന്നവരും ഇതിൽ സ്പാം ചെയ്യുന്നവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്യും. കണ്ടില്ലേ, ഇത് കഴിഞ്ഞ ദിവസം തൊപ്പി 2 ദിവസത്തെ ഏതാണ്ടോ റീലോ സംഭവോ എന്നാണ്ട് ബിഗ് ബോസിന്റെ എന്തോ കണ്ടിട്ട് ഫുൾ 100 ദിവസത്തെ ഷോ കാണാതെ ഓടി വന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടതാണ്. ഇതിൽ നമ്മുടെ സായിയെ ഇടയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ സായിയുടെ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്, എടാ നീ ഷോ കാണാതെ നീ ഒരു ഒരാളെ സപ്പോർട്ട് ചെയ്യില്ല, നീ കരുതുന്ന പോലെ അല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തൊപ്പി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ഒരാളെ ജയിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജിൻഡോയെ കപ്പടിപ്പിച്ചു, അതുപോലെ ഈ തവണ ഒരാൾ ജയിക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി ലൈവ് ചെയ്യണം. എന്നിട്ട് എന്താണ് അനീഷിന് വേണ്ടിയിട്ട് വോട്ട് എല്ലാവരോടും ചോദിക്കുവാണ്. എന്നിട്ട് ഹോട്ട്സ്റ്റാറിൽ എങ്ങനെ കയറണം, എങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ വോട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വേർഷൻ തന്നെ നമ്മുടെ തൊപ്പി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനകത്തുള്ള ഇമ്പാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൊപ്പിയുടെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്, ഫാൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജെൻസി പിള്ളേരാണ്. ജെൻസി പിള്ളേർ എന്ന് പറഞ്ഞാൽ തൊപ്പി അന്ധമായിട്ടുള്ള ഫാൻസ് ആണ്. തൊപ്പി എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം പിള്ളേരാണ് അവര്. പിള്ളേരാണെങ്കിലും അല്ലെങ്കിലും തൊപ്പി പറയുന്നത് കേൾക്കുന്ന ഒരു ഫാൻസ് ആണ് തൊപ്പിക്കുള്ളത്. അപ്പൊ തന്നെ എന്തായിരിക്കും, ബൾക്കായിട്ട് ഒറ്റയടിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാതെ പെട്ടെന്ന് പിള്ളേരെല്ലാം കൂടെ എന്ത് ചെയ്യും, ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് തൊപ്പി പറഞ്ഞല്ലേ എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങ് വോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ തന്നെ ഇവിടെ ഒരു എന്താ പറയുന്നത്, ഒരു ഫെയർ അല്ലാത്ത ഒരു വോട്ട് സിസ്റ്റം അവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇതിന് ബദലായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അഖിൽമാരാർ വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊപ്പി ചെയ്തത് വളരെ മോശമായി പോയി, തൊപ്പി ജിൻഡോയെ കപ്പടിപ്പിച്ചതുപോലെ പൈസ വാങ്ങിച്ചിട്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പും കൂടെ നിങ്ങളെ കാണിക്കാം, കണ്ടു നോക്ക്. ചിന്തിക്കുക, തൊപ്പിയെപ്പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുകൊണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണപ്പോൾ ഇവിടെ PR സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഷോ കാണാത്തൊരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ, വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ PR-ന്റെ സ്വാധീനത്തിലാണെന്ന്. അപ്പോൾ അവിടെ ഓക്കെ, കണ്ടല്ലോ,
പിന്നെ നടന്നത് ചരിത്രമായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പും വഴി. പിന്നെ ഈ വീഡിയോ ബേസ് ചെയ്തിട്ട് ഇത് തൊപ്പിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കും. കാരണം അതിനകത്ത് നമ്മുടെ അഖിൽമാരാര് പരാമർശിക്കുന്നത് തൊപ്പി കഴിഞ്ഞ വർഷം ജിൻഡോയെ ജയിപ്പിച്ചത് പൈസ വാങ്ങിച്ചിട്ടാണ്, അതായത് തൊപ്പിയുടെ PR-ന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് എന്നുള്ള ഒരു മീനിങ്ങും കൂടെ വരുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പൊ ഇതിന് തൊപ്പിക്ക് കുരു പൊട്ടിട്ട് തൊപ്പി വീണ്ടും ലൈവിലുണ്ട്. ഏതാണ്ട് നമ്മുടെ ബിഗ് ബോസിന്റെ വോട്ടിംഗ് തീരാൻ ഏതാണ്ട് 10-40 മിനിറ്റ് നിൽക്കുമ്പോഴാണ് തൊപ്പിയുടെ ലൈവ് വരുന്നത്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, വോട്ടിന്റെ സിസ്റ്റം തന്നെ മാറ്റി. അതായത് തൊപ്പി അപ്പൊ വീഡിയോ ചെയ്തത് തൊപ്പിക്ക് പിന്നീട് വാശിയായി, എങ്ങനെയും അനീഷിനെ ജയിപ്പിച്ചേ പറ്റുള്ളൂ. ഉടനെ ലൈവിൽ പോയി നമ്മുടെ അഖിൽമാരാറിനെ വിളിച്ചു ചോദിച്ചു, അവരുടെ PR ബിനുവിനെ വിളിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയി, പരിപാടിയായി. പിന്നെ അങ്ങ് നടന്നത് മൊത്തം ചരിത്രമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടും പരിപാടി. അപ്പൊ ഇവരുടെ ഒരു ഇഷ്യൂ നടക്കുന്നതിന്റെ കുറച്ച് ക്ലിപ്പ്, ലൈവിൽ നടന്ന പരിപാടികൾ എല്ലാം ഇന്നലെ രാത്രി കൊണ്ട് നടന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കണം, ഈ അഖിൽമാരാർ ഈ ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് കാരണം നമ്മുടെ അനുവിന് നല്ലൊരു ഏറ്റക്കുറച്ചിൽ അവിടെ വരാൻ ചിലപ്പം ചാൻസ് ഉണ്ട്. ബൈ ചാൻസ് വന്നാൽ ഈ ഒരൊറ്റ ഒരു വിഷയം കൊണ്ടാണ്, നേരിയ രീതിയിൽ എങ്ങാനും വോട്ട് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിന്റെ ബേസിലാകാമെന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. അവരുടെ ഒരു ഇഷ്യൂവും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് അഖിൽ മാരാറിനെ വിളിക്കുന്നത്. ഹലോ മാരാറാ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല, വീഡിയോ കോൾ ചെയ്യണ്ട. ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ അറിവ് എന്താണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് എഴുതുന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനു എനിക്കറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്? ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയത് വിനു പറഞ്ഞു? ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? ഒന്നും നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു എന്താടാ? എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാണ് വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ, അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല, എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? ഇവിടെ നടന്ന സംഭവം വെച്ചെങ്കിൽ വളരെ കൂളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രസീവായിട്ട് പെരുമാറി. പക്ഷെ തൊപ്പിക്ക് അതൊരു കോണ്ടന്റ് ആയിരിക്കാം, കാരണം ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ശരിക്കും ഇത് പ്രൊവോക്കിങ്ങിലോട്ട് പോകും. നമ്മുടെ അഖിൽമാരാണെങ്കിലും തൊപ്പിയെപ്പോൾ ഒരാളെ എടാ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അങ്ങേർക്കും അത് ഈഗോ വർക്കൗട്ട് ആയി. അപ്പത്തേക്ക് നമ്മുടെ അഖിൽമാരാർ പുള്ളിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ആകുന്നു. അപ്പം പിന്നെ തൊപ്പി എന്നെ എടുക്കുന്നു. അത് അങ്ങനെ ഒരു അഗ്രസീവ് മോഡിലോട്ട് അങ്ങ് പോവുകയാണ്. അപ്പൊ അത് അവിടെ വഷളാകുന്നു. പിന്നീട് അഖിൽമാരാർ ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കൊന്നിനും ഉത്തരവില്ല. ഇത് വിനുവിൽ നിന്നാണ് അറിഞ്ഞത് എന്നൊക്കെയാണ് അഖിൽമാരാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ശേഷം തൊപ്പി വിനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ വിനുവിനെ വിളിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ചെറിയൊരു ക്ലാരിറ്റി ഈ വിഷയത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു അച്ചായൻ എന്ന് പറഞ്ഞ ഒരു ആൾ ഇടനില നിന്നിട്ടുണ്ട്. അപ്പൊ അതുവഴിയാണ് നമ്മുടെ ജിൻഡോയ്ക്ക് കപ്പടിക്കാൻ വേണ്ടിയിട്ട് അച്ചായം പറഞ്ഞാണ് ഈ തൊപ്പി ഇന്നത്തെ ഇറങ്ങി തിരിച്ചത്. അങ്ങനെയാണ് സ്ട്രീമിൽ വന്നത്, ജിൻഡോയെ കപ്പടിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് വിനു പറയുന്നുണ്ട്. അപ്പൊ ആ എഗ്രിമെന്റും കാര്യങ്ങളും എന്നൊക്കെയാണ് നമുക്ക് ഇവരുടെ ലൈവിലൂടെ തന്നെ കണ്ടു മനസ്സിലാക്കാം. ഹലോ വിനു ബ്രോ, തൊപ്പിയാണ്. അഖിൽമാരാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കഴിഞ്ഞ പോലെ ജിൻഡോക്ക് വേണ്ടിട്ട് PR ചെയ്തത്. ഇൻഫ്ലുവൻസേഴ്സോ? അതൊന്നുമല്ല. അഖിൽമാരാർ പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ആ കേട്ടല്ലോ. തൊപ്പിന്റെ ലൈവില് ജിൻഡോ, അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ കേട്ടല്ലോ, സംഭവം ഇതാണ്. ജിൻഡോ ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ ട്രോഫിയുമായിട്ട് എന്റെ ലൈവില് എനിക്ക് എക്സ്ക്ലൂസീവ് തരണം എന്ന് അവിടെ ഒരു എഗ്രിമെന്റ് വെച്ചു എന്നാണ് ഇവിടെ വിനു പറയുന്നത്. അപ്പം അത് തൊപ്പിക്ക് അറിയത്തില്ല, എനിക്ക് അങ്ങനെ ജിൻഡോയെ ലൈവിൽ വേണമെന്ന് ഒരു ആഗ്രഹം ഇല്ലായിരുന്നു എന്ന് തൊപ്പി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അച്ചായനുമായിട്ടാണ് ഇടപാട് നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇവരിപ്പൊ ഈ ഒരു നിമിഷം, അതായത് ഈ വോട്ടിംഗ് സിസ്റ്റം തീരാനുള്ള ഏതാനും നിമിഷത്തിന്റെ ഇടയിൽ നടത്തിയ ഈ ഒരു പരിപാടി കാരണം കപ്പടിക്കേണ്ട അർഹയായ കപ്പടിക്കേണ്ട ആൾക്കാർക്ക് അവരുടെ നീതി നിഷേധിക്കപ്പെട്ടതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഈ പുറത്തും കൂടെയുള്ള ഈ ബിഗ് ബോസ് കളിയാണ് അകത്തുള്ളവരെ ഒരുപാട് ഈ അവസാന നിമിഷം അഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുതാന്. അപ്പം ഇത് കഴിഞ്ഞ വിഷയമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ സംഭവിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നല്ലോ വിനുവായിട്ട്. അപ്പൊ അത് വിനുവിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു എഗ്രിമെന്റ് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ തൊപ്പിക്ക് കിട്ടും. അപ്പൊ തൊപ്പിയുടെ ഒരു ലൈവ്, തൊപ്പിക്ക് പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ബിഗ് ബോസ് വിന്നർ ഒരു എക്സ്ക്ലൂസീവ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഫ്രീ ആയിട്ട് ഒരാള് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ അത്യാവശ്യം എമൗണ്ട് അതിനൂടെ തന്നെ കയറിക്കോളും. അപ്പൊ ഇങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അറിഞ്ഞിട്ടില്ല. പിന്നീട് പറയുന്നു 8 ലക്ഷം രൂപയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് തൊപ്പിയിൽ നിന്ന് ഒരു 8 ലക്ഷം രൂപ അടുക്കെ, 8 ലക്ഷം രൂപ ഇല്ലെങ്കിൽ പോലും 8 ലക്ഷം രൂപയ്ക്ക് അടുക്കെ നമ്മുടെ ജിൻഡോ കൈപ്പറ്റിയിരിക്കുന്നു എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പിന്നീട് വരുന്നുണ്ട്. പക്ഷെ ഇത് തൊപ്പിയൊക്കെ നിരസിക്കാണ്. തൊപ്പിക്ക് അറിയത്തില്ല, എന്റെ കമ്പനിയിൽ നിന്ന് കൊടുത്തു, പക്ഷെ കമ്പനി കാര്യങ്ങളോ ഒന്നും തനിക്കറിയത്തില്ല, താൻ അതിനകത്ത് ഇൻവോൾവഡ് അല്ല. കമ്പനി പറഞ്ഞു കൊടുത്തു, ഓക്കെ ഫൈൻ, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ എന്റെ കമ്പനിയെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നൊക്കെയാണ് പുള്ളി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും പറയുന്നത് തൊപ്പി ഒരു സ്ട്രീം ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ കമ്പനി നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും തൊപ്പിക്ക് തന്നെ ഒരു ധാരണ ഇല്ലാത്ത പോലെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബിനുവും ഇച്ചാനും തമ്മിലാണ് ഇതിനകത്ത് സംഭവം എല്ലാം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പം മേ ബി നമ്മുടെ വിനു ചിന്തിച്ചു കാണും. ഇപ്പൊ നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്തല്ലോ, അപ്പൊ അനീഷിനെ സപ്പോർട്ട് ചെയ്തപ്പോ എന്തെങ്കിലും ഇതുപോലെ ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് തൊപ്പിക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായിട്ടുണ്ടായിരിക്കും. അപ്പൊ അഖിൽമാരാറുടെ ഒരു അടുത്ത സുഹൃത്തും കൂടെ ആണല്ലോ വിനു. അപ്പം അങ്ങനെ ആ ഒരു ബേസിൽ കാര്യങ്ങൾ ചർച്ചയായി പോയിട്ടുണ്ടായിരിക്കും. അപ്പം അഖിൽമാരാറുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാനാണ് ഏറ്റവും വലുത്, ഞാൻ ഏറ്റവും വലിയ ആളാണ്, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ സത്യം, നിലപാട് ഉറച്ചു നിൽക്കുന്ന മനുഷ്യനൊക്കെ സ്വയം വിശ്വസിച്ച് ഒരു SP ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ചില സമയത്ത് തോന്നിയിട്ടുള്ളത്. ചില സമയത്ത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് തോന്നാറുണ്ടെങ്കിലും ചില സമയത്ത് വളരെ SP ആയിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഒരാളാകാൻ വേണ്ടിയിട്ട് ലൈവിൽ പുള്ളിയും വീഡിയോ ഇട്ടപ്പോഴേക്കും ഒരാളാകാൻ വേണ്ടി തൊപ്പിയുടെ ഈ ഒരു വിഷയം അങ്ങോട്ട് എടുത്തിട്ടു. അത് തൊപ്പിക്ക് ഹേർട്ടായി. തൊപ്പി അതിനെ അതൊരു കോണ്ടന്റ് ആക്കി, അതായത് ഇത് തീരാൻ വേണ്ടിയിട്ട് ഏതാനും നിമിഷങ്ങളുള്ളപ്പോൾ വോട്ട് തീരാൻ വേണ്ടി ഏതാനും 10-40 മിനിറ്റുകൾ മാത്രമുള്ളപ്പോൾ ഒരു ലൈവിൽ വരുന്നു. അത് നന്നായിട്ട് അഫക്ട് ചെയ്യുക തന്നെ ചെയ്യും മത്സരാർത്ഥികളിൽ. അതായത് ലാസ്റ്റ് മിനിറ്റ്സ് ആണ്, അതായത് ആര് കപ്പ് ഉയർത്തും എന്നുള്ളതിൽ ആ ലാസ്റ്റ് മൊമെന്റിൽ തന്നെ ഒരു വലിയൊരു ബോംബായിട്ട് ഇത് വീണിരിക്കുകയാണ്. അപ്പൊ ഇത്രയും അഖിൽമാരാർ ഉൾപ്പെടെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ നമ്മൾ പറയത്തില്ല പഠിക്കൽ പോയി കലം മുടക്കുക എന്നൊക്കെ, അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് ആയിപ്പോയി. അപ്പം കുറച്ചും കൂടെ ഒരു 8 ലക്ഷം രൂപയുടെ പരിപാടി, ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഇവരുടെ നടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം, ലൈക്ക്, സബ്സ്ക്രൈബ്, ഹൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് എന്നെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ക്ലിപ്പും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ ശരി, ഞാൻ ഉരുളുന്നുണ്ട്. ബിഗ് ബോസ് നിന്റെ ലൈവിൽ കൊണ്ടുവരാം, അതിന് നീ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കരാറാണ്. ഞാൻ ബിനുവിനെ വിളിച്ച് ഞാൻ ചൂടായി. എന്ത് കരാർ? അതായത് ഞാൻ PR ചെയ്താൽ ജിൻഡോ എന്റെ ലൈവിൽ വരാമെന്നാണോ കരാറ്? ആ കരാറ് ആര് പറഞ്ഞു? ആ കരാറ് സാധാരണ ഞാനിപ്പോ ബിഗ് ബോസിൽ ജയിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഇന്റർവ്യൂ കൊടുത്ത വലിയ പൈസ മേടിച്ചാണ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഒരു ബിഗ് ബോസ് വിന്നർക്ക് ആ സമയത്ത് ഒരു എമൗണ്ട് കിട്ടും. ജിൻഡോയ്ക്ക് 5 പൈസ കൊടുത്തില്ല. പകരം അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ എന്റെ ലൈവില് ഓരോരാളെ ഇപ്പൊ ഞാൻ നിന്നെ എന്റെ ലൈവിൽ വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പൈസ തരും, മനസ്സിലായോ? ഞാൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കില്, അങ്ങനെ ഒരു ഡീല് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ ചോദിച്ചത്? നീ പൊതുസമൂഹത്തോട് ജിൻഡോയ്ക്ക് 8 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അത് എത്ര ഇൻകം ടാക്സ്? ഇതൊന്നും എനിക്കറിയില്ല. ഇത് എന്റെ കമ്പനിയും അവരും തമ്മിലുള്ള ഡീലാണ്. ഇതിൽ ഞാനില്ല. യാഥാർത്ഥ്യമല്ലല്ലോ. യാഥാർത്ഥ്യമെല്ലാം നീയാണ് തീരുമാനിക്കുന്നത്. എന്നോട് എന്റെ കമ്പനി പറഞ്ഞു ഈ ജിൻഡോക്ക് ഇത്ര പൈസ കൊടുത്തു, ജിൻഡോന്റെ ലൈവിൽ കൊണ്ടുവരുന്നു. ഇത്രേ എനിക്കറിയൂ. ഇതൊക്കെയാണ് ഇവിടെ നടന്നത്. അപ്പം അന്ന് തൊപ്പി പറഞ്ഞത് റൂട്ടറുമായിട്ടുള്ള കരാറാണ്. അപ്പൊ അന്ന് തൊപ്പിക്ക് റൂട്ടറിന് നന്നായിട്ട് പബ്ലിസിറ്റി കൊടുക്കണമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ലൈവിലെ റൂട്ടറിന്റെ ഒരു കാര്യം എടുത്തിരുന്നത്. അപ്പൊ റൂട്ടറും ജിൻഡോ ആയിട്ടുള്ള കരാറാണ്. 8 ലക്ഷം രൂപയുടെ കാര്യമൊന്നും തൊപ്പിക്ക് അറിയത്തില്ല എന്നാണ് തൊപ്പി പറഞ്ഞത്. 8 ലക്ഷം രൂപയുടെ കാര്യം അറിയത്തില്ല. തൊപ്പി
തൊപ്പിയുടെ ലൈവിലോട്ട് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എക്സ്ക്ലൂസീവായിട്ട് ജിൻഡോ കപ്പുമായിട്ട് വരണം എന്നുള്ള എഗ്രിമെന്റ് ഒന്നും തൊപ്പിക്ക് അറിയത്തില്ല. ഇതെല്ലാം തൊപ്പി നിഷേധിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങളുടെ കട പോകുന്നത്. എന്താണേലും ഇത് വളരെയധികം അഫക്ട് ചെയ്തിരിക്കുന്നത് അനുവിനെ നന്നായിട്ട് ഇത് അഫക്ട് ചെയ്യും. നമുക്കറിയത്തില്ല ആരാണ് വിന്നർ എന്ന്. അപ്പൊ നമുക്ക് വൈകുന്നേരം വരെ കാത്തിരുന്ന് കാണാം. അപ്പൊ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ. അടുത്തൊരു വീഡിയോ എടുക്കുന്നവരെ ബൈ.